അപ്പൊ എല്ലാവർക്കും ഹാപ്പി വേണം കേട്ടോ. ചങ്ങായി പറയാം ഇവരെല്ലാം ഒരു ഉറക്കൽ ഉറങ്ങിട്ട് എണീറ്റ് വന്നാണ്. ആ ഒരു തുള്ളി ഉറങ്ങാതെ ആ ഒരു മനുഷ്യനെ കണ്ട, ഒരു തുള്ളി ഉറങ്ങാത്ത മനുഷ്യനാണ്. നോക്കിയാ തുള്ളി ഉറങ്ങാത്ത മനുഷ്യൻ. ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും ജീസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി വേണം കേട്ടോ ചങ്ങായിമാരെ. അങ്ങനെ എന്നാ പറ ഹാപ്പി വേണം പറ, നോക്കിട്ട് പറ. അപ്പൊ നമ്മള് തമ്പുരും തേജും ഉള്ളോണ്ട് പൂവിടാനുണ്ട് ആളെ കിട്ടിയിട്ടുണ്ട്. അതാ അപ്പൊ തേജു അമ്മമ്മ. അപ്പൊ നമ്മള് പൂവിടാൻ തുടങ്ങലാണ്, വരക്കാൻ തുടങ്ങി കുറച്ചു നേരത്തെ. നിങ്ങൾ കണ്ടു കാണും അല്ലേ. എല്ലാവർക്കും ഹാപ്പി ആണ്, ഹാപ്പി ആണ്. ഇപ്പൊ കുളിപ്പിച്ചേരും. എന്നാ നമുക്ക് ഇതാ ഇതെല്ലാം വരച്ചു വെച്ചിട്ടുണ്ട്. എന്താണ് മീശമാധവനും വീരപ്പനും പെണ്ണുങ്ങളെ പോയാണ് മുടി വെച്ചിട്ട്. എന്താണ് പെണ്ണുങ്ങളെ പോലെ ഈ മാമ മുടി വെച്ചു. എന്നാ നമുക്ക് വരക്കുന്ന കാണാൻ ചങ്ങായിമാരെ. ചങ്ങായിമാരെ അമ്മയും തേജും കൂടെ വരയുന്നുണ്ട്. തേജു ആണ് മുഖ്യ വരക്കുന്ന ആള്. തമ്പുരും ഉണ്ട്, തമ്പുരും വരക്കുന്ന ആളാണ്. അല്ല തമ്പുരോ? തമ്പുരാണ് സൂപ്പർവൈസർ അല്ല തമ്പുരം? തേജ് മാനേജർ. വീതി കൂടി കൂടില്ലേ. ചങ്ങായിമാരെ അങ്ങനെ നമ്മളെ തേജ് വരക്കാൻ ആരംഭിച്ചു കഴിഞ്ഞു. ഔട്ട്ലൈന് അമ്മ ഇട്ട് കൊടുത്ത് അമ്മയും തേജും കൂടെ അടുത്ത നമ്മളൊരു രൂപം വരക്കലാണ്. നടുക്ക് നമ്മള് ഗണപതിനെ വരച്ചിട്ടുണ്ട് കേട്ടോ. ചങ്ങായിമാരെ എന്താ എല്ലാം തേജ് വന്ന ആള്. ചോപ്പ് ചോട്ടി ചങ്ങായിമാരെ നമ്മളെ തമ്പുരു മോള് പൂവെല്ലാം ഉതിർത്തിരുന്നുണ്ട് കേട്ടാ. ഉണ്ടാ ഇവിടെ വെള്ളയെല്ലാം ഉതിർത്തിട്ടിട്ടുണ്ട്. തമ്പുരു കയ്യാറായ ബേക്കിലൂടെ കൊറേ പൂവുണ്ട് പോലും കേട്ടാ ചങ്ങായിമാരെ. ഇതാ എത്രയാ പൂവ്. ചങ്ങായിമാരെ ഇവര് വരച്ച തീരുവില്ലെന്ന്, അതുകൊണ്ട് ഞാൻ രംഗത്തിറങ്ങി കേട്ടോ. ഇത് വായിക്കമ്മേ. ചങ്ങായിമാരെ അങ്ങനെ എല്ലാം വരച്ചു കഴിഞ്ഞേട്ടാ. ഇനി പൂവിടണം, അതൊരു ടാസ്ക്കാണ്. എന്നാ ഇടാൻ തുടങ്ങാ.
വാ നമുക്ക് ഇടാൻ തുടങ്ങാം. തുടങ്ങാനായിട്ടില്ല. അഞ്ച കാണിക്കില്ല. നല്ല ഉതിർത്തിട്ടാ എടാ ഇത് മുറിക്കൊന്നും വേണ്ട. വെള്ളം വരുന്നില്ലേ? ഇല്ല. അമ്മമ്മ നമുക്ക് കത്തിക്കത്താടോ. തമ്പുരു എടുത്തി. ഇതാ ചങ്ങായിമാരെ നമ്മൾ പൂവിടാൻ തുടങ്ങിയിരിക്കുകയാണ്. അമ്മയാണ് ആദ്യം തന്നെ പൂവിടുന്നത്. ആദ്യം തന്നെ നമ്മൾ ഗണപതിക്കാണ് പൂവിടുന്നത്, വിഘ്നങ്ങളെല്ലാം ഒഴിയാൻ വേണ്ടി. നാളികേരം തൃക്കാൽക്കലുടക്കുവാൻ വന്നു. തമ്പുരു ചിരിക്കുക പാട്ട് കേട്ടിട്ട്. ബാക്കി അറിയില്ല തമ്പുരു. അമ്മമ്മ വെറുതെ ഒന്നും അറിയാണ്ട് ഇങ്ങനെ പാടും. അതിന് പാടിക്കോ, നിന്നോട് പാടണ്ടെന്ന് ഞാൻ പറഞ്ഞാ. അറിയില്ല, ബാക്കിയും കൂടെ പാടണ്ടേ. പിന്നെ പകുതി പാടിച്ച് നിർത്തല. അന്ന് തേജു മാവേലി നാടും പാണിയിടും കാലം പാട്ട് പാടുമ്പോ എന്റെ പേരം കൂടി ആടുന്ന് കിട്ടാൻ നിൽക്കുമ്പോ നിർത്തുക. എന്റെ വായി അനങ്ങുന്നുണ്ടോ പാടുക. കേട്ടാ? എന്നാ ഓണത്തിന്റെ പാട്ട് പാടിക്കോ നിങ്ങള്. ആ തമ്പുരു പാട്, അത് പാട്, അത് നല്ല രസാ. പാട് പാട് തമ്പുരു. ആ അടിപൊളി, സൂപ്പർ വൈബാണ്. ഫുള്ള് വേണമേ. എങ്ങനെ ഫുള്ള്? ഗണപതിന്റെ രൂപം മൊത്തം. അത് കാല് വേദന എടുക്കുന്നു. തേജു വാ, എന്നിട്ട് മുറിക്ക. ഇത് ഗണപതിനെ ആക്കുന്നേ. അത് നിങ്ങളിട്ട്. ഇവിടെ കാലുണ്ട്, അത് ചവിട്ടി വാങ്ങിച്ചാ. കാലും കഴിയുന്ന എനിക്ക് തിരിയുന്നില്ല. അടുത്തും വന്നിട്ട് ഇതും വേറെ വേറെ ഇതാ. എനിക്ക് വലിയൊരു ടാസ്ക് കിട്ടി കേട്ടോ. ഇതിന്റെ നടുക്കുള്ള ലൈനുണ്ടല്ലേ, തമ്പുരോ ഒരു പാട്ടും കൂടെ പാടാ. അങ്ങനെ പറയല്ലപ്പാ. ഞാൻ പറഞ്ഞുതരാം. ഓണവില്ലിൻ തമ്പുരു വീട്ടും അത് പാട്. ഇന്നലെ പാടിയാൽ ഇന്ന് പാടണമെന്നൊന്നുമില്ല. പാട്. എന്നും എന്നും കൂട്ടുകുടുംബത്തിൻ കൂട്ടാണെന്നും ആടിയിലുണ്ട്. വേണ്ട, വീഡിയോയിലെ വരിയുണ്ട്, അതിന്റെ ഉള്ളിൽ ഇടേണ്ട തന്നെയാണ്. വരാതിരിയേണ്ടത് എന്തിനാണ് നീ വരച്ചിന്? ഒന്നിക്ക് ഞാൻ വാങ്ങിച്ചില്ല, ഞാൻ നേരെ നല്ല കുത്തി കാശല്ലേ.
ഇങ്ങനെയാ ആ അത് മറ്റേ ഇതേ കൊണ്ടില്ലായിക്കോ. മതിയാ? അതിന്റെ മേലെ മഞ്ഞ വരുമ്പോ ശരിയാവൂടെ? പോരെ? നമ്മുടെ അമ്മമ്മ കുട്ടിയും മാമൻ കുട്ടനും പൂവിടുന്നു. കുഞ്ഞിക്കൈകൾ ഞാൻ നേരത്തെ പാടിയത് നിങ്ങൾക്കൊന്നും ചെവി കേട്ടിട്ടില്ലേ? കേൾവി കുറവാണ് എന്റെ പൊന്നാച്ചി മോളെ. തുമ്പിക്കൈയോ? ചോപ്പ് പുറത്തു വിടണോ? ഇനി വീഡിയോ എന്നാ വേണ്ടേ? വീഡിയോ എന്നാ ആടിയും ചോപ്പന്നെ, എന്തെന്ന് അത് 2-3 സ്ഥലത്തും ചോപ്പന്നെ. ചങ്ങായിമാരെ നമ്മളെ പൂവിടല് എവിടം വരെ എത്തി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗണപതി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്താ ഗണപതി പൊളിയല്ലേ? ഗണപതി കംപ്ലീറ്റ് ആയി ചങ്ങായിമാരെ. ഞാൻ തമ്പുരും കൂടി ഒന്ന് അമ്പലത്തിൽ പോകാൻ വെച്ചിട്ട് കീനിട്ടുള്ളേ ഇവരിടുന്ന് പൂവിടുന്നുണ്ട് കേട്ടാ. നമ്മള് വേഗം പോയിട്ട് വരാ. ഇങ്ങനെ ആയി കേട്ടാ നമ്മളെ പൂവ്. എങ്ങനെയുണ്ട് എന്റെ ഷർട്ട്? എല്ലാരും കമന്റ് ചെയ്യട്ടാ. അടിപൊളി ഷർട്ടല്ലേ? എല്ലാം ഉണ്ട് ഇതിനകത്ത് കണ്ടാ. വള്ളം കളി ഉണ്ട്, പുലിക്കളി ഉണ്ട്, പിന്നെ ചെണ്ട മുട്ടുന്നുണ്ട്, കളരി ഉണ്ട്, ഓണത്തപ്പനുണ്ട്, പിന്നെ ഓണസദ്യ, കഥകളി, എന്തെല്ലോ ഉണ്ട് കേട്ടോ ഇതിന്റെ അകത്ത്. ചങ്ങായിമാരെ ആ തിരുവാതിര. തമ്പൂര് ഓരോന്ന് കണ്ടുപിടിക്കുന്നുണ്ടേ. സദ്യ നമ്മള് പോയിട്ട് വരട്ടെ തേജു? കുട്ടിക്ക് വാ അമ്പലത്തില്. അപ്പൊ ഹാപ്പി ആണോ എല്ലാവർക്കും? നമ്മള് പോയിട്ടിരുന്നേ അമ്മേ. ചങ്ങായിമാരെ അമ്പലത്തിലെല്ലാം പോയി വന്ന് ചായയെല്ലാം കുടിച്ചേട്ടാ. ഈടെ ഇവര് പൂട്ടിട്ട് പകുതിക്ക് വെച്ചിട്ട് പോയി. പൂ തീർന്നൊന്നും പറ്റതാ. ഇങ്ങനെ ആയി കേട്ടാ പൂ. ഗീതോ അളിയെല്ലാം വന്നിട്ടുണ്ട്. ചങ്ങായിമാരുടെ അടുക്കളയിലും ഭയങ്കര പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ ഉത്രാട സദ്യ കഴിച്ചോണ്ട് ഇന്ന് നമ്മൾ ബിരിയാണി ആക്കാന്ന് വിചാരിച്ചു. അമ്മയുടെ ചിക്കൻ മസാല എല്ലാം ആക്കി ഉണ്ടാ. നല്ല മണം വരുന്നുണ്ട്. ഇനി നെയ്ച്ചോറ് ആക്കിയിട്ട് അത് മിക്സാക്കി ബിരിയാണി ആക്കണം. ചങ്ങായിമാരെ നമ്മളെ തമ്പുരു മോളെ കോടി എന്തുണ്ട് നിങ്ങളെല്ലാവരും കമന്റ് ചെയ്യണേ. നേരത്തെ അമ്പലത്തിൽ പോകുമ്പോൾ തമ്പുരു വിട്ടിട്ടില്ല. അമ്മയും അച്ഛനും വരാൻ കാത്തുനിന്ന് അല്ലേ? തേജുവിൻ്റെ കോടി എന്തുണ്ടെന്ന് പറയണം എല്ലാവരും. ഞാൻ ശരിക്കും ഒക്കെ കാണിച്ചു തരാം. ചങ്ങായിമാരെ അവസാന ഘട്ടം മിനുക്ക് പണിയില്ല കേട്ടോ ഉള്ളേ. തീരാൻ പോന്ന്. ഏതെടുത്താലും പത്ത്. 2 അതിഥികൾ അതിലുണ്ട്. കിച്ചും ഭാവിയും അല്ലേ? ശരിക്കും പേര് പറ രണ്ടാളിയും പറ. അത് നീയാ പറയണ്ടേ? അവർക്കില്ലേ പറയാൻ അറിയില്ലേ? പറ. ആരാണ് അദ്ദിക്കാരാ? നിങ്ങളൊരു പാട്ട് പാടുവാ? എന്നാ കഥ പറ. നീ കളറിന്റെ കരാട്ടെ സ്റ്റെപ്പ് കാണിച്ചു തരുമോ? മുറിക്കലും തരിക്കലും നടക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ചങ്ങായിമാരെ. ഇതെന്നാണ് നെയ്ച്ചോറാ? പച്ചക്കറി മസാല. പച്ചക്കറി ബിരിയാണി ആക്കണം ഇടാ. അതാണ് ഇവിടുത്തെ പ്രശ്നം. എന്ത് മസാല? ചിക്കൻ്റെ അല്ലേ? അതെല്ലാം ഞാൻ നേരത്തെ കാണിച്ചു കൊടുത്തിരുന്നു. ചങ്ങായിമാരെ പൂവ് ഇട്ട് തീർന്നു കേട്ടാ. അതിന്റെ കൂടെ ശിവോതി വിടണം പോലും. ശിവോതിക്കാല് എന്ന് പറയും നമ്മളെ നാട്ടിൽ. എന്താ പച്ച എന്തുണ്ടമ്മേ? ശിവോതി അമ്മ ഉഷാറിനെ. ഓണെല്ലാം എങ്ങനെ പോന്നു? ഞാൻ തന്നെ വെളുപ്പ്, നിങ്ങളൊന്നുമല്ല. ഇവിടെ വീട്ടിലേക്ക് നിങ്ങള് പണിക്കുവാന്ന് ഞാനൊന്നുമില്ല. എത്ര വ്യത്യാസമുണ്ട്. ഇതാ നമ്മളെ ഗണപതിനെ കണ്ടേ ഇങ്ങോട്ട്.
നല്ല രസമുണ്ട് കേട്ടോ എനിക്ക് കാണാൻ വീഡിയോയില്. ആരാ കൊണ്ടില്ലാന്ന് പറഞ്ഞു? ഗണപതി കുറച്ച് പൊന്തിച്ചിടണം ചങ്ങായിമാരെ. അങ്ങനെ നട്ടുച്ചയായ നമ്മള് പൂവിട്ട് കഴിഞ്ഞേട്ടാ. എന്താ തമ്പുരു മോളെല്ലാം ഡ്രസ്സെല്ലാം പിന്നെ മാറ്റി മാവനും അല്ലേ. നമുക്കിതാ ഇവരുടെ ശിവോദിക്കാല് ഇട്ടിട്ടുണ്ട് മുറ്റത്ത്. അത് കാണിച്ചു തരാലോ. ഇതാ ശിവോദിക്കാല് കേട്ടാ ചങ്ങായിമാരെ. നമ്മളെ നല്ല രസമില്ല കാണാൻ. തേജ് വന്നോ ഇതാരാക്കി നമ്പരോ നിജീസ് വേൾഡ് സബ്സ്ക്രൈബ് എന്നല്ലോ. ഇത് വേണ്ടാത്ത സാധനല്ലേ ഇതെന്നാണ്? ഹാപ്പി ഓണം. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് മോളെ കളി. നിജീസ് വേൾഡ്. അത് കഴിഞ്ഞിട്ട് സബ്സ്ക്രൈബ്. അങ്ങനെ നമ്മളെ പൂക്കളം പൂർത്തിയായിക്കാണ്. തേജുവിന്റെ അതിമനോഹരമായ പൂക്കളം അല്ലേ എല്ലാരും. ഒച്ചപ്പാടും ബഹളമാണ് ചങ്ങായിമാരെ മൊത്തം. ചങ്ങായിമാരെ നമ്മുടെ സദ്യന്റെ സമയമായി. സദ്യ അല്ല ബിരിയാണിയാണ് ഇന്ന്. എന്താ എല്ലാരും ഇങ്ങനെ കാത്തുക്കുന്നുണ്ട്. തമ്പുരുമല്ലോ തമ്പുരു അമ്മയെല്ലാം വിളമ്പാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അളിയുണ്ട്, നീതുണ്ട്, തമ്പുരു മോളുണ്ട്, തേജസ് മോനുണ്ട്. ളമ്പിക്കോ. ഓ തളർന്നു പോയി തമ്പുരു പൂട്ടിട്ട്. അടിപൊളിയാ. അഭിപ്രായം പറയണ്ടേ? അതെന്ത് പഠിപ്പാ പറഞ്ഞ കണ്ടിട്ടില്ല ഞാൻ. അമ്പൂരിനൊന്നൊരു വിഷയമല്ല. ഫസ്റ്റില് പപ്പടം, തേജസ്സിന് എല്ലാവർക്കും പപ്പടം. വേണ്ടടാ ചമ്രം പടിഞ്ഞിട്ടാ അച്ചാറ്. അച്ചാറ് തമ്പൂര് അച്ചായി ചെയ്ത തലേന്നെല്ലാം വെച്ചിട്ടായിരുന്നു കേട്ടാ. ആന്നാ ബിരിയാണി പറ്റൂല ആറാമ. ചിക്കൻ തിന്നും, ചോറ് തിന്നൂല. നമ്മളെ ചോറ് ഇട്ടുതരുന്ന ആളാണ് കേട്ടാ. ഇവര് തിന്നോന്നില്ലേ? നെയ്ച്ചോറ് തിന്നിട്ട് അഭിപ്രായം പറഞ്ഞ തമ്പുരു ഇതിട്ട് നോക്കിയാ. നിങ്ങൾ തിന്നൂല? ആദ്യം നീ പറ. മോള് പറ. ആദ്യം തിന്നോ അല്ലേ? അടിപൊളി. പറയണ്ട. ഒന്നും പറയാനില്ല. പറയാനില്ല. നല്ല ടേസ്റ്റാ. ബിരിയാണി വാങ്ങിയിട്ടുണ്ട്. രാത്രിയില്ലേ സ്വപ്നം കണ്ട് അമ്മമ്മേനെയും പറ്റിപ്പിടിച്ചിട്ടേ കിടന്നു. രാവിലെ അമ്മമ്മ അതാണ് പറ്റിപ്പിടിക്കാൻ പശ വെച്ചേനോ. വെജിറ്റബിൾ ബിരിയാണി. 2 ആൾക്ക് വെജിറ്റബിള്, 2 ആൾക്ക് ഈട, 2 ആൾക്ക് വെജിറ്റബിള്, 4 ആൾക്ക് ചിക്കൻ. തേജുവിന് കൂടുതലാണ്. ആദ്യം വരെ എല്ലാം കുറവ്, ഇപ്പൊ വരെ എല്ലാം കൂടിയിട്ടുണ്ട് അല്ലേ തേജു? വെജിറ്റബിൾ വെജിറ്റബിൾ ഇത് ഇവിടെ ഒന്നും വേണ്ട. ഇതെന്നാ തമ്പുരും ചിക്കൻ വേണ്ട.
യൂട്യൂബിൽ എല്ലാം കുറവും ശരിക്കും ഉള്ളപ്പോൾ എല്ലാം കൂടുതലുമുള്ള ജീവി. ആരാ തമ്പുരു? പറ 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 തമ്പുരു ഉത്തരം വരട്ടെ. തമ്പുരു ആരാ? ആഹാ, ടിക്കായി. ഒരു പീസ് തരട്ടെ മോളെ, തമ്പുരിന് ഒരു പീസ് മാത്രം കൊടുത്തേ. ഒരു പീസ് തരട്ടെ. ആ അത് കുഴപ്പമില്ല. തിന്നോ ആ. അത് തിന്നോ വേണ്ട ആ. അങ്ങനെ നമ്മളതാ ഭക്ഷണം കഴിക്കാൻ പോക്കാം ചങ്ങായിമാരെ. കഴിക്കാം. തമ്പുരു ഇവിടെ കഴിച്ച് കഴിയാനായി. തമ്പുരു നമ്മളിൽ തോപ്പിക്കും തേജസ്. നമ്മള് കഴിക്കട്ടെ ചങ്ങായിമാരെ. എത്രയാണ് ചോറ് വണ്ടി തരാം. എനക്കും കൂടുതലാ. തമ്പുരു നമ്മളെ തൈരിന്റെ ടേസ്റ്റ് കൊണ്ട് നക്കി തിന്നുന്നുണ്ട്. നമ്മൾ അൽറവാബിന്റെ തൈര് പോലെ തന്നെയുള്ള തൈരാന്ന് അല്ല തമ്പുരു? കഴിഞ്ഞാ നോട്ടെ കാണിച്ചാ. ഓ ഉള്ളു കലാസ്. അതെ ശരി, ഓളെ അച്ഛനാക്കി അതാണ് ഇത്ര ടേസ്റ്റ്. അതെയാ അതാ ബ്രോ. അതാ ചങ്ങായിമാരെ. അങ്ങനെ നമ്മളെ ഇന്നത്തെ ഓണാഘോഷ പരിപാടി മൊത്തം കഴിഞ്ഞു. എന്താ പറയാ, ആയിരിക്കും ഒന്നും പറയണ്ട. തമ്പുരു എന്തെല്ലാം അടിച്ച് മാട്ടുന്നുണ്ട് തമ്പുരു. നമുക്ക് തമ്പുരു ഓണാഘോഷ പരിപാടിയെല്ലാം എന്തുണ്ടേനോ? സൂപ്പർ സൂപ്പറാ. സദ്യയോ അല്ല ഇതോ ബിരിയാണിയോ? അടിപൊളി. അടിപൊളിയാ. ഇനി തിന്നിനാ പടമടിച്ചു പൊട്ടിക്കൽ, കസേരക്കളി എല്ലാം സൂപ്പർ തന്നെ ചങ്ങായിമാരെ. അപ്പൊ പിന്നെ നമ്മളെ ഇന്നത്തെ വീഡിയോന്റെ ബാക്കി വീഡിയോ നാളെയും വരും കേട്ടാ. കുറച്ച് പരിപാടികളിൽ നമ്മൾ നടത്തിനി. അപ്പൊ നാളെയും ഉണ്ടാവും. അപ്പോൾ നമ്മളെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ തന്നെ ചെയ്തു. നമ്മള് കഴിഞ്ഞൊരു ഉറക്കം കഴിഞ്ഞു. ഇവരെല്ലാം ഒരു ഉറക്കെല്ലാം ഉറങ്ങിയിട്ട് എണീറ്റ് വന്നാണ്. ഞാനൊരു തുള്ളി വാങ്ങിയിട്ടില്ല. ആ ഒരു തുള്ളി ഉറങ്ങാതെ ആ ഒരു മനുഷ്യനെ കണ്ട. ഒരു തുള്ളി ഉറങ്ങാത്ത മനുഷ്യനാണ്. നോക്കിയാ തുള്ളി ഉറങ്ങാത്ത മനുഷ്യൻ. അപ്പൊ ചങ്ങായിമാരെ എല്ലാവർക്കും ഒരിക്കൽ കൂടാ ഞാൻ റെഡി 1 2 3 തരാം. ഹാപ്പി ആണെന്ന് പറയണേ. ആ റെഡി 1 2 3 ഹാപ്പി ഓണം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ ചങ്ങായിമാരെ. വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ. നിങ്ങളുടെ സ്വന്തം നിജം. ബാക്കി എല്ലാരും പറഞ്ഞു കൊടുക്ക്. എല്ലാരും വരും പറ. വേഗം പറ. ഇത്